Pius Manikar here inside my house. You can see my house, my mother. Okay, my house is Sahadeva Mandiram, Moletiamalam Bio Mavelikar. I am here. What I have to say is, കുറേ ഹണി ട്രാപ്പുകാരന്മാരെ കുറിച്ചും പിന്നെ ഇങ്ങനെ അഭിനയിക്കുന്നവന്മാരെ കുറിച്ചുമാണ്. സുബ്രഹ്മണ്യൻ്റെ ഇതിട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ ഞങ്ങളുടെ ഇതിൻ്റെ പുറകിലുള്ള എൻ്റെ വസ്തുവിനോട് ഈ വീടിൻ്റെ വസ്തുവിനോട് തന്നെ ചേർന്നിട്ടുള്ള 17 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങൾ വാങ്ങിച്ചതാണ്. എൻ്റെ അമ്മയും ഞാനും വാങ്ങിച്ചതാണ്. ഞാൻ 7 സെൻറ്റ് ഞാനും വാങ്ങിച്ചു, എൻ്റെ അമ്മ 10 സെൻറ്റ് വാങ്ങിച്ചു. ഞങ്ങൾ എന്നിട്ട് ഇതെല്ലാം എൻ്റെ പേരിൽ എഴുതി തന്നിരിക്കുകയാണ് എൻ്റെ അമ്മ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കാലശേഷം 10-നകത്തും ഈ 7-നകത്തും ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്കൊന്നും ആർക്കും ഒന്നും എഴുതി കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ എഴുതി കൊടുക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. അപ്പം ഇത് എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി ഏകദേശം ഒരു 3.5-4 ഏക്കർ വസ്തു ഉണ്ടായിരുന്നത് 2ആയിട്ട് വീതം വെച്ചു. ഒന്ന് പന്തളത്തുള്ളത് പ്രീതായസ് പണിക്കറും, ഇവിടെ ഉള്ളതെല്ലാം എനിക്കുമായിട്ടാണ് വീതം വെച്ച് തന്നിരിക്കുന്നത്. അപ്പം അത് സെറ്റിൽമെൻറ്റ് ഡീഡാണ്. അപ്പോൾ അതിനകത്തൊന്നും ഒരു അവകാശം വേറെ ആർക്കും ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേറൊരു അവകാശങ്ങളും ഇതിനകത്തില്ല, എഴുതി കൊടുക്കാനുള്ള അവകാശങ്ങളൊന്നുമില്ല. ഇവിടെ ജീവിക്കാമെന്നുള്ള അവകാശങ്ങളേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാജമ്മ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു ഇവിടെ അല്ല. എൻ്റെ അമ്മയ്ക്ക് ഒരു ട്വിൻസ്, അവൾ 2 കല്യാണം കഴിച്ചതാണ്. അവളിവിടെ ചുമ്മാതെ വന്ന് നിന്നായിരുന്നു കുറച്ച് നാൾ. അവൾ ഇവിടെ അങ്ങ് കയറി ഭരിക്കാൻ. അപ്പം സോമരാജനും, സദാനന്ദ മന്ദിരത്തിൽ സോമരാജനും പിന്നെ സുബ്രഹ്മണ്യനും കുറേ ആൾക്കാരുമായിട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇടപാടായിരുന്നു. അവൾക്ക് എന്തുവാ ഇടപാടെന്ന് അറിയത്തില്ല. അവൾ ഇവിടെ നിന്ന് എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ അമ്മ VK രത്നമ്മ, അല്ലാതെ രാജമ്മയല്ല. ഇവിടെ കയറി എൻ്റെ വസ്തുക്കൾ വല്ലവർക്കുമൊക്കെ ഇതാക്കാനും കള്ളയൊപ്പിടാനും ഒന്നും നീ അവൾ അഭിനയിക്കാനൊന്നും നീ ആരുമല്ല, മനസ്സിലായില്ലയോ? നിനക്ക് യാതൊരു അവകാശങ്ങളും ഇല്ല രാജമ്മ എന്ന് പറയുന്നവർക്ക്. അവളങ്ങ് അഭിനയിക്കുക. അവൾ ഭയങ്കര നമ്മളെ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വകവരുത്തണമെന്ന് പറഞ്ഞ് നടക്കുക. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കയ്യിൽ. ഇവർക്ക് എന്തുവാ ഈ സുബ്രഹ്മണ്യനുമായിട്ട്, ഏതോ മലപ്പുറത്തു നിന്ന് വന്ന് കിടക്കുന്ന ഈ സുബ്രഹ്മണ്യനുമായിട്ടൊക്കെ എന്തോ ഇവർക്ക് ഇടപാടെന്ന് ഞങ്ങൾക്കറിയാം. സുബ്രഹ്മണ്യനും അങ്ങ് സോമരാജനും അവൾക്ക് വേണ്ടി അങ്ങ് കരയുന്നെങ്കിൽ നീ വിളിച്ചുകൊണ്ട് നിർത്തടാ അവളെ. പിന്നെ സുബ്രഹ്മണ്യൻ അവൾക്ക് 1 വർഷം ചിലവിന് കൊടുത്തെന്നാണ് പറയുന്നത്. എടാ, നീ ചിലവിന് എന്തിനാടാ രാജമ്മയ്ക്ക് കൊടുക്കേണ്ട കാര്യം? നീ ആരാടാ രാജമ്മയ്ക്ക് ചിലവിന് കൊടുത്ത്? നീ എന്തുവാ സഹദേവ മന്ദിരം വല്ലതും, സഹദേവ മന്ദിരത്തിലെ വസ്തു വല്ലതും എഴുതി കിട്ടുമോ നീ വിചാരിച്ചോടാ? 146 സെൻറ്റ് സ്ഥലം എനിക്കുണ്ട്, നിനക്ക് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു? രാജമ്മ ആരാടാ നിനക്ക് ഇതാക്കി തരാൻ? രാജമ്മയ്ക്ക് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളത്? അവളെവിടുന്നോ വലിഞ്ഞു കയറി വന്ന് ഞങ്ങൾ അവളെ പറഞ്ഞും വിട്ട്. അവളാരാ ഇവിടുത്തെ? അവിടെ വിചാരം അവളിപ്പം ഫോണൊക്കെ ഓഫ് ചെയ്ത് നടക്കുക. അവൾ മുതുകള്ളി, മനസ്സിലായില്ലയോ? ഞങ്ങൾ വഴിയൊന്നും അവന് എഴുതി കൊടുത്തിട്ടില്ല. അമ്മ ഈ സുബ്രഹ്മണ്യന് വഴി വല്ലതും എഴുതി കൊടുത്തിട്ടുണ്ടോ? അമ്മ സുബ്രഹ്മണ്യന് നമ്മൾ കൊടുത്ത 3 ചുവട്ടടി വഴി എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടില്ല. അമ്മ എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇന്ന് 3 ജൂണാണ്. ജൂൺ 3 2026.